മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്ന ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലം. ഹർജി പൊതു താൽപര്യ പരിധിയിൽ വരില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഇതൊരു രാഷ്ട്രീയ ആക്രമണമാണ്, അല്ലാതെ ഇത് പൊതു താൽപര്യ പരിധിയിൽ വരില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്? ശ്രീജ, മാസപ്പടി കേസിൽ ആദ്യമായാണ് മുഖ്യമന്ത്രി ഒരു കോടതിയുടെ മുമ്പിൽ ഒരു പ്രതികരണം നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു സത്യവാങ്മൂലം നൽകുന്നത്. അദ്ദേഹം ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഹർജി ലക്ഷ്യം വയ്ക്കുന്നത് രാഷ്ട്രീയ ആക്രമണമാണ്, അതിൽ പൊതു താല്പര്യത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിയമപരമായി ഒരു കുറച്ച് കഴമ്പുള്ള കാര്യം തന്നെയാണ്. കാരണം പൊതു താല്പര്യ ഹർജി നൽകുമ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പൊതു താല്പര്യ ഹർജി നൽകുമ്പോൾ ലാർജർ പബ്ലിക്കിനെ, അതായത് ഒരു വലിയ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് പൊതു താല്പര്യ ഹർജി നൽകേണ്ടത്. എന്നാൽ ഇവിടെ ഒരു കമ്പനികൾ തമ്മിലുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ഒരു വ്യവസ്ഥ ഉണ്ടായ ആ വ്യവസ്ഥയുടെ പേരിലാണ്, അല്ലെങ്കിൽ അത് മാത്രം തെളിവാക്കിയാണ് ഒരു മാധ്യമ പ്രവർത്തകനായ MR അജയൻ ഈ ഹർജി നൽകിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഈ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് പൊതു താല്പര്യത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ വാദം ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഇത് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ്. നിലവിൽ SFIO അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു ഏജൻസി, വ്യക്തമായി കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. ഇതിലൊരു പുതിയ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഈ കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്.